ബിരിയാണി ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സൈഡായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചമ്മന്തിയുടെ റെസിപ്പിയും പിന്നെ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ്. പ്ലെയിൻ സാലഡാണ്, ഉള്ളി മാത്രം വെച്ചിട്ടുള്ള ചല്ലാസ് എന്ന് പറയും ഇതിന്. ഈ രണ്ട് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ആ സവാള വെച്ചിട്ടുള്ള ആ സാലഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഉള്ളി ഇതുപോലെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അത് നിങ്ങളുടെ എരിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. കൂടുതൽ അങ്ങ് എരിവാണെങ്കിൽ കാന്താരി മുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ വിനെഗറാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം വിനെഗറും കൂടി ചേർത്ത് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഞെരടിയെടുക്കണം. നമ്മുടെ സവാളയും ആ ഉപ്പും പച്ചമുളകും ഒക്കെ നന്നായിട്ട് യോജിച്ച് വരണം. അതുവരെ ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റ് വെച്ച് കവർ ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മിനിമം നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഇത് കീപ്പ് ചെയ്യുക. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ സാലഡ് ബിരിയാണിയുടെ കൂടെയും ഇറച്ചിച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു സാലഡാണിത്. ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ആ ചമ്മന്തിയും കൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം വിനെഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരോ പിന്നെ നമ്മൾ സാമ്പാറിനുള്ള യൂസ് ചെയ്യുന്ന കോൽപ്പുളീൻ്റെ കുരു ഒഴിവാക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഈ കാണുന്ന അളവ് മാത്രമേ ഉള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ്, കഴുകിയെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് ചമ്മന്തി അരച്ചെടുക്കണം. ചമ്മന്തി ഫൈൻ പേസ്റ്റ് പോലെ അരയാൻ പാടില്ല, ഒന്ന് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് ഒതുക്കിയെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒതുക്കിയെടുത്താൽ മാത്രം മതി, അല്ലാതെ ഫൈനായിട്ട് അരയൊന്നും വേണ്ട. ഹോട്ടലിലെല്ലാം കിട്ടുന്ന ബിരിയാണി ചമ്മന്തി പോലെ ആകണമെങ്കിൽ ഇതിൽ കുറച്ച് പുതിനൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്